ഒരു കഷ്ടമായത്. രാവിലെ എഴുന്നേക്കണം, പല്ല് തേക്കണം, വല്ല സിക്ക് ലീവും വിളിച്ചാലോ. സിക്ക് ലീവ് വിളിച്ച് ഇനി അത് മതി മാനേജറിൻ്റെ മുമ്പിൽ പോയി നിൽക്കാൻ. ആരാ പറഞ്ഞാൽ പഠിച്ചാൽ സമാധാനം കിട്ടുമെന്ന്. ഇപ്പം ജോലിയും ചെയ്യണം, ബാത്റൂം കഴുകണം, പിള്ളേരെ നോക്കണം, എന്തൊക്കെ ചെയ്താലാ. ഇനി ക്രീമിട്ട് ഒരുങ്ങിയൊക്കെ പോവാം. ഈ ക്രീമിൻ്റെ പരിപാടി എങ്ങനെയാ? ക്രീം ബിസിനസ് തുടങ്ങിയാൽ സക്സസ് ആകുമായിരിക്കുമോ? ഇപ്പോഴത്തെ കാലത്ത് എല്ലാവരും ക്രീം ഉപയോഗിക്കുന്നവരല്ലേ. ക്രീം നല്ലൊരു ഐഡിയ ആണ്. പക്ഷേ ഇനി വെളുത്തിട്ട് പാറുമെന്നും പറഞ്ഞ് എല്ലാവരും കൂടെ എന്നെ പറപ്പിക്കുമോ? നമ്മുടെ നാട്ടിലാണെങ്കിലും ക്രീമൊക്കെ അടിപൊളിയാണ്. ഫേസ് യോഗ ആയാലോ? ഫേസ് യോഗയുടെ ഒരു പരിപാടി തുടങ്ങിയാൽ ചിലപ്പോൾ ഈ ജോലി കളയാം. പിന്നെ ഫേസ് യോഗ ചെയ്യാനും അറിയണ്ടേ. ഇങ്ങനെയൊക്കെ എലി പഠിക്കുന്നേ, അങ്ങോട്ട് പൊക്കുക, ഇങ്ങനെ അങ്ങനെ ആക്കുക, അങ്ങനെ. പിന്നെ ഈ പ്രായമായവർക്ക്, എന്നെപ്പോലെ മധ്യവയസ്ക എത്തിയവർക്കൊക്കെ ഈ ഫേസ് യോഗ നല്ലൊരു സംഭവമാണ്. വർക്കാവൂ. ഫേസ് യോഗ അല്ലാതെ വേറെന്ത് നമുക്ക് ചെയ്യാൻ പറ്റും? ഒരു പാർട്ട്ണറുണ്ട്, 1500 ബിസിനസ് ഐഡിയയും കൊണ്ട് വരും. ഇനി പോലീസ് സ്റ്റേഷനും കൂടെ ഉള്ളവൻ തുടങ്ങാൻ. ബാക്കി എല്ലാം കഴിഞ്ഞു. ഇതിനൊക്കെ എന്നൊരു അവസാനം ഉണ്ടാവുമോ ദൈവമേ. ലിപ്സ്റ്റിക്കിൻ്റെ ബിസിനസ് തുടങ്ങിയാൽ നല്ലതായിരിക്കും. ലിപ്സ്റ്റിക്ക് ഇടാത്ത പെൺപിള്ളേരിപ്പോൾ ഇല്ലല്ലോ. നോർത്തിലൊക്കെ ഭയങ്കര കച്ചവടമാണ് ലിപ്സ്റ്റിക്കിന്. ഇത് നല്ലൊരു തീരുമാനമാണ്. നടക്കുമോ? വേറെന്ത് ചെയ്യാൻ പറ്റും? ഈ ടാക്സി പരിപാടി നല്ലൊരു ഏർപ്പാടാണ്. വണ്ടി കച്ചവടം അതും അടിപൊളിയാണ്. ടാക്സി ഓടിക്കാൻ ലൈസൻസ് വേണ്ടേ? പിന്നെ അത് വിട്. ഇനി ഇപ്പം ചിന്തിക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ, പേഷ്യൻറ്റിന് ഒത്തിരി കാശുണ്ടായിട്ട് ആരും നോക്കാനില്ലാതെ എൻ്റെ ആ ഒരു കെയറിൽ മനം കവർന്ന് എനിക്കത് എഴുതി തന്നിട്ട് പോകുന്നൊരു ആ ഒരു ഡിമാൻഡ്, അത് അടിപൊളിയാണ്. പീഡിയാട്രിക് ICU നഴ്സായി എനിക്ക് ഏത് പേഷ്യൻറ്റും എഴുതി തരാനാണ്? എല്ലാം പിഞ്ചു കൊച്ചുങ്ങളാണ്. ഇതും അല്ലെങ്കിൽ ഇനിയിപ്പോൾ ലോട്ടറി എടുക്കണം. ലോട്ടറി ഉണ്ട്, കാശുണ്ടെങ്കിൽ നമുക്ക് മുട്ടപ്പപ്സും ചായയും കുടിക്കാം. അല്ലെങ്കിൽ നമ്മൾ പറമ്പിൽ വാഴയ്ക്ക് കുഴി എടുക്കുമ്പോൾ ഒരു നിധികുംഭം കിട്ടണം. അതാണ് ഇനി അടുത്തുള്ളത്. ദൈവമേ, പറമ്പ് കുഴിക്കുമ്പോൾ ഒരു നിധികുംഭം കിട്ടണേ. ഈശ്വരാ, പണിയെടുക്കാൻ ജീവിക്കാൻ പറ്റണേ.